അന്താരാഷ്ട്ര പുരുഷ T20 ക്രിക്കറ്റിൽ പുതിയ മാറ്റങ്ങളുമായി ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ രംഗത്ത്. പ്രധാനമായും പവർ പ്ലേ നിയമങ്ങളിലാണ് ശ്രദ്ധേയമായ പരിഷ്കാരങ്ങൾ വരുത്തിയിരിക്കുന്നത്. നിലവിൽ മഴ മൂലമോ മറ്റു കാരണങ്ങളാലോ മത്സരത്തിലെ ഓവറുകൾ വെട്ടിച്ചുരുക്കുമ്പോൾ പവർ പ്ലേ നിയമങ്ങൾ സന്തുലിതമല്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. ഈ പോരായ്മ പരിഹരിക്കാനാണ് പുതിയ മാറ്റം. പുതിയ നിയമപ്രകാരം ഒരു മത്സരത്തിലെ ഓവറുകൾ വെട്ടിക്കുറയ്ക്കുമ്പോൾ പവർ പ്ലേയുടെ ദൈർഘ്യം ഏറ്റവും അടുത്തുള്ള പന്തിലേക്ക് റൗണ്ട് ചെയ്യപ്പെടും. നേരത്തെ ഇത് ഏറ്റവും അടുത്തുള്ള ഓവറിലേക്ക് റൗണ്ട് ചെയ്യപ്പെടുന്ന രീതിയായിരുന്നു. ഉദാഹരണത്തിന് ഏതെങ്കിലും കാരണത്താൽ ഒരു മത്സരം 8 ഓവറായി ചുരുക്കിയാൽ മുൻ നിയമപ്രകാരം പവർ പ്ലേ 3 ഫുൾ ഓവറുകളായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം അത് 2.2 ഓവറുകളായിരിക്കും. ഈ മാറ്റം മുൻ രീതിയിലെ കണക്കുകൂട്ടലുകളിൽ ഉണ്ടായിരുന്ന പൊരുത്തക്കേടുകൾ ഇല്ലാതാക്കും. ഒരു സാധാരണ T20 മത്സരത്തിൽ പവർ പ്ലേ മൊത്തം ഓവറുകളുടെ 30% കണക്കാക്കുന്നത്. എന്നാൽ മഴ കാരണം ഓവറുകൾ കുറയുമ്പോൾ ഈ അനുപാതം തെറ്റാറുണ്ടായിരുന്നു. പുതിയ നിയമമാറ്റം ഈ സമവാക്യത്തെ കൂടുതൽ കൃത്യമാക്കും. ഈ പുതിയ പവർ പ്ലേ നിയമങ്ങൾ ജൂലൈ 2025 മുതൽ പ്രാബല്യത്തിൽ വരും. ICCയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഇംഗ്ലണ്ടിൽ നടന്ന T20 ബ്ലാസ്റ്റിൽ വർഷങ്ങളായി ഈ ടേബിൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഒരു ഓവറിന്റെ മധ്യത്തിൽ പവർ പ്ലേ അവസാനിപ്പിക്കുന്നത് കളിക്കാർക്കോ ഒഫീഷ്യൽസിനോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. പവർ പ്ലേയിൽ 2 ഫീൽഡർമാരെ മാത്രമേ സർക്കിളിന് പുറത്ത് നിർത്താൻ കഴിയൂ. പുതിയ നിയമം വരുന്നതോടെ ഈ നിയന്ത്രണത്തിന്റെ സമയം കുറയും. അതുകൊണ്ട് തന്നെ വേഗത്തിൽ കൂടുതൽ ഫീൽഡർമാരെ പുറത്തേക്ക് നിർത്താൻ കഴിയും. പുതിയ പവർ പ്ലേ ടേബിളിൽ 5 ഓവർ ഇന്നിംഗ്സിന് 1.3 ഓവറുകൾ പവർ പ്ലേ ആണ്. 6 ഓവർ ഇന്നിംഗ്സിന് 1.5 ഓവറുകൾ പവർ പ്ലേയും 7 ഓവർ ഇന്നിംഗ്സിന് 2.1 ഓവറുകൾ പവർ പ്ലേയും 8 ഓവർ ഇന്നിംഗ്സിന് 2.2 ഓവറുകൾ പവർ പ്ലേയുമാണ്. 9 ഓവർ ഇന്നിംഗ്സിന് 2.4 ഓവറുകൾ പവർ പ്ലേയുമാണ്. ICC കൊണ്ടുവന്ന മറ്റു സുപ്രധാന മാറ്റങ്ങൾ പവർ പ്ലേ നിയമങ്ങൾ കൂടാതെ മറ്റു ചില നിർണായക മാറ്റങ്ങളും ICC പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അവതരിപ്പിച്ച സ്റ്റോപ്പ് വാച്ച് നിയമം ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിലും നടപ്പിലാക്കും. ഓവറുകൾക്കിടയിലെ സമയം ട്രാക്ക് ചെയ്യാനും ഓവർ നിരക്ക് മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. ഒരു മത്സരത്തിന് മുൻപ് ടീമുകൾ അവരുടെ കൺകക്ഷൻ പകരക്കാരെ കൺകക്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ടുകളിൽ ഒരു ഓൾറൗണ്ടർ, ഒരു ബാറ്റർ, ഒരു വിക്കറ്റ് കീപ്പർ, ഒരു പേസർ, ഒരു സ്പിന്നർ എന്നിങ്ങനെയുള്ള കളിക്കാർ ഉണ്ടായിരിക്കണം. ഇത് മത്സരത്തിനിടെയുള്ള ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ സഹായിച്ചേക്കും. ഉമിനീർ ഉപയോഗിച്ച് പന്ത് മിനുസപ്പെടുത്തുന്നത് ഇനി നിർബന്ധമല്ല. പന്തിന്റെ അവസ്ഥയിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ടെന്ന് അമ്പയർമാർക്ക് തോന്നിയാൽ മാത്രമേ പന്ത് മാറ്റുന്നതിനെ കുറിച്ച് പരിഗണിക്കൂ എന്നാണ് പുതിയ നിയമം നിർദ്ദേശിക്കുന്നത്. ഈ മാറ്റങ്ങൾ ആദ്യഘട്ടത്തിൽ പുരുഷ ക്രിക്കറ്റിൽ മാത്രമേ നടപ്പിലാക്കൂ എന്നാണ് ICC അറിയിച്ചിരിക്കുന്നത്. വനിതാ ക്രിക്കറ്റിലെ നിയമങ്ങൾ വർഷാവസാനം സമാനമായി പരിഷ്കരിച്ചേക്കും. ഈ പരിഷ്കാരങ്ങൾ ക്രിക്കറ്റ് മത്സരങ്ങളെ കൂടുതൽ ആകർഷകവും നീതിയുക്തവുമാക്കുമെന്നാണ് പ്രതീക്ഷ.